ഞങ്ങളുടെ വീട്ടിലെ പ്ലാവാണ് കേട്ടോ. അപ്പൊ ഇത് 2 പ്ലാവാണ്. അപ്പൊ ഇത് നമ്മുടെ താമരച്ചക്ക, ഞങ്ങളുടെ ഇവിടെ ഇതിനെ തേങ്ങാച്ചക്ക എന്നാണ് കേട്ടോ പറയാ. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോ അതില് ഒരെണ്ണം ഇങ്ങനെ നന്നായിട്ട് പഴുത്ത് നിൽക്കണ്ടായിരുന്നു. അപ്പൊ ഇതില് 2 പ്ലാവാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരെണ്ണത്തുമ്മേ കറുത്ത നിറത്തിലും ഒരെണ്ണത്തുമ്മേ പച്ച നിറത്തിലും കേട്ടോ ചക്ക ഉണ്ടാവുക. അപ്പൊ ഈ പച്ച നിറത്തിലുള്ള പ്ലാവുമേത്തെ ചക്ക ഒന്ന് മൂപ്പൊക്കെ ആയി കഴിയുമ്പോ അതിന് പൊട്ടല് വീഴും. മറ്റേ ചക്ക പൊട്ടലൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതാണ് ഇതിന്റെ ഒരു വെറൈറ്റി വരിക. അപ്പൊ 2നും 2 കളറിലാണ് ചക്ക ഉണ്ടാവുക. പക്ഷെ നല്ല ടേസ്റ്റും നല്ല മണവും നല്ല നിറവും കേട്ടോ 2 ചക്കയ്ക്കും. അപ്പൊ ദേ അതിൽ പഴുത്തത് ഒരെണ്ണം നോക്കി ഞങ്ങള് പറിച്ചിട്ടുണ്ട്. അപ്പൊ ചക്ക തിന്നാനായിട്ട് നല്ല കൊതിയായിട്ടിരിക്കുന്ന സമയത്ത് ചുമ്മാ പോയി പ്ലാവുമ്പോ നോക്കിയതാണ്. അപ്പൊ ദേ നിൽക്കുന്ന ഒരു പഴുത്ത ചക്ക. അപ്പൊ അതേ കണ്ടോ, ഒരെണ്ണം മൂത്ത് പഴുത്ത് കഴിഞ്ഞപ്പോ നന്നായിട്ട് വിണ്ടട്ടാട്ടോ ഇരിക്കണത്. അപ്പൊ അതേ അമ്മ അത് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ഇത് കുഞ്ഞു ചക്കയാണേലും ഉള്ളില് നിറച്ചും ചോളയായിരിക്കും കേട്ടോ. നമുക്ക് ഒരു ഒട്ടും വേസ്റ്റ് ആക്കാനായിട്ട് തന്നെ ഒന്നും ഉണ്ടാവില്ല ഇതിൻ്റെ ഉള്ളില്. അപ്പൊ ഇതിന് ഞങ്ങളുടെ ഇവിടെ തേങ്ങാച്ചക്ക എന്നാണ് പറയാ. നല്ല ടേസ്റ്റാണ്. അപ്പൊ അതേ ഞങ്ങള് ചക്കച്ചോളകൾ ഓരോന്നായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടപ്പെട്ട ഒന്നാണ് കേട്ടോ. അപ്പൊ ഞങ്ങളിതേ അടുക്കള വശത്ത് ഇങ്ങനെ നിലത്ത് ഇരുന്നിട്ടാണ് കേട്ടോ ചക്ക ഇങ്ങനെ നന്നാക്കി എടുക്കണത്. അപ്പൊ അതേ അമ്മ ചക്ക നന്നാക്കി ഓരോ ചുളകളായിട്ട് ഇങ്ങനെ കൊട്ടയിലേക്ക് ഇടുന്നുണ്ട്. കണ്ടില്ലേ, നല്ല കളറും ഉണ്ട് കേട്ടോ ഇതിന് ചക്കച്ചോളക്ക്. അപ്പൊ നല്ല ടേസ്റ്റുമാണ്. അപ്പൊ ഞങ്ങളിതേ ചക്കയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പൊ ചക്കയില്ലാത്ത നാട്ടിലെല്ലാവർക്കും ഇങ്ങനെ മിസ് ചെയ്യുന്നുണ്ടാവും ചക്കയൊക്കെ കാണുമ്പോ.